നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നിക്ഷേപകരെ വളരെ വലിയ രീതിയിൽ ആവേശഭരിതരാക്കി നിഫ്റ്റി 24,000 മറികടന്ന് 24,086 എന്ന് പറയുന്ന ഒരു നിഫ്റ്റിയുടെ എക്കാലത്തെയും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഉള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇന്നലെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായി. ഇന്നലെ FIs ഏകദേശം 7,600 കോടിക്ക് മുകളിൽ ബൈ നടത്തി. ബൾക്ക് ഡീൽ ഉൾപ്പെടെ 7,600 കോടി രൂപക്ക് ബൈങ് നടത്തി. FIs കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നടത്തി വരുന്ന ബൈങ്ങിലെ ഏറ്റവും വലിയൊരു ഫിഗറാണത്. DIs ആദ്യമായിട്ട് ഏകദേശം ഒരു 3,000 കോടിക്ക് രൂപയിൽ മുകളിൽ ഇന്നലെ അവർ സെല്ല് നടത്തി. എത്രയോ നാളുകളായി DIs ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവർ വലിയ ഒരു പ്രോഫിറ്റിലായിരിക്കും ഇന്നലെ അവരുടെ ഒരു സെല്ലിങ് നടത്തിയിട്ടുള്ളത്. ഇന്നലെ നമുക്കുണ്ടായിരുന്ന ഒരു വലിയൊരു ഈവൻറ്റ് US നിന്നുള്ളൊരു GDP ഡേറ്റ ആയിരുന്നു. ആനുവൽ റേറ്റിൽ ഏകദേശം ഒരു 1.4% US GDP ഉയർന്നത് US മാർക്കറ്റും ഇന്നലെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. എന്നാൽ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് കുറച്ചൊക്കെ റിക്കവറി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 50 പോയിൻറ്റിന് മുകളിലുള്ളൊരു ഗ്യാപ്പ് അപ്പിലാണ്. അപ്പോൾ ആ ഒരു ഗെയിൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് മാർക്കറ്റ് സമയത്ത് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഔട്ട്ലൈൻ, ഒരു ഗ്ലോബൽ ഔട്ട്ലൈൻ ഇതാണ്. കൂടാതെ തന്നെ നമ്മളുടെ ഒരു ഇലക്ഷൻ്റെ സമയത്ത് എക്സിറ്റ് പോൾ ദിവസത്തിൽ ഉണ്ടാക്കിയ ലോയിൽ നിന്ന് നിഫ്റ്റി 2,800 പോയിൻ്റ് റാലി രേഖപ്പെടുത്തി. അതായത് ഈ ഒരു മാസം കൊണ്ട് മാത്രം നിഫ്റ്റി 14% ഒരു റിട്ടേൺ ആ ഒരു എക്സിറ്റ് പോളിൻ്റെ ആ ഒരു ലോയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് മാർക്കറ്റിൽ ലോങ് ടൈം നിക്ഷേപകരെ സംബന്ധിച്ചപ്പോഴും ഒരു നല്ലത് മാത്രമാണ് കൊടുത്തു വരുന്ന ഒരു പ്രതിഭാസമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കുള്ളത്. എക്കണോമിക് ഡേറ്റ അലൈൻഡ് ആയിട്ടാണ് പോകുന്നത്. നല്ലൊരു എക്കണോമിക് ഡേറ്റ വരാണെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ FIs പോയാലും തിരിച്ചു വരും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡൊക്കെ ചെയ്യാൻ സാധിക്കും. FNO ചെയ്യുന്ന ആളുകൾക്കും ഇക്വിറ്റി ചെയ്യുന്ന ആളുകൾക്കും എല്ലാം തന്നെ ഗുണകരമായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പൊക്കെയാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. വാർത്തകളിലേക്ക് വരുമ്പോൾ റിലയൻസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ടെലികോം കമ്പനി. അപ്പോൾ ടെലികോം കമ്പനി 2 വർഷത്തിന് ശേഷം അവരുടെ താരിഫ് വർദ്ധിപ്പിക്കുകയാണ്. 12 മുതൽ 25% വരെയാണ് താരിഫ് വർദ്ധിപ്പിക്കുന്നത്. അതായത് അവരുടെ 339 രൂപ പ്ലാനെല്ലാം തന്നെ ഇപ്പോൾ 449 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് പെർ ഡേ. ഇപ്പോൾ 1.5 GB ആ ഒരു പ്ലാൻ. അതായത് ആളുകൾക്ക് ഇപ്പോൾ ദിവസം ഒരു 2 GB ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഈ ഒരു ടെലികോം കമ്പനീസ് എല്ലാം തന്നെ വില കുറവായിരുന്നു. ഇപ്പോൾ പതിയെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി വരുന്നുണ്ട്. പോളിക്യാബ് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 2% സ്റ്റേക്ക് വിറ്റ് മാറുകയാണെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇന്ന് സമാഹി ഹോട്ടലും ഇന്ന് GTP ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 3% സ്റ്റേക്ക് വിറ്റ് മാറുകയാണ്. CCL ടെക്കും ഇവരുടെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്, ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുന്ന പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 4.46 സ്റ്റേക്ക് ഇന്ന് വിറ്റ് മാറുന്നുണ്ട് ബ്ലോക്ക് ഡീലിലൂടെ. RBL ബാങ്ക് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. 3,500 കോടി രൂപ ഇവരുടെ ബോർഡ് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇവരും ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് 5,000 ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റിലൂടെ. അംബുജ സിമൻറ്റ് ഇവരുടെ അദാനി സെമെറ്റേഷനായിട്ടുള്ള ഒരു മെർജർ കമ്പനി അപ്രൂവ് ചെയ്തു. BHEL കമ്പനി 1,600 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള തെർമൽ പവർ പ്രൊജക്റ്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് സെറ്റപ്പ് ചെയ്യാൻ. AVG ലോജിസ്റ്റിക് കമ്പനി ഒഡീഷയിൽ ഒരു 4 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോജിസ്റ്റിക് ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RVNL കമ്പനി മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ ഇവരുടെ ഒരു പുതിയ ഒരു സബ്സിഡിയറി കമ്പനി അവിടെ ഫോം ചെയ്തു. ടേഗ ഇൻഡസ്ട്രീസ് കമ്പനി NMDC ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ബ്രിഗേഡ് റിയാലിറ്റി കമ്പനിയാണ്. ബാംഗ്ലൂരിൽ അവരുടെ ഒരു പുതിയ ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്തു. വിപ്രോ US ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ നോർത്ത് എന്ന് പറയുന്ന കമ്പനിയായിട്ട് വിപ്രോ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. CDSLൻ്റെ ബോർഡ് മീറ്റിംഗ് ജൂലൈ 12-നുണ്ട്.
ബോണസ് ഷെയർ എല്ലാം തന്നെ അന്നേ ദിവസം കൊടുക്കുന്ന സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ കമ്പനി എടുക്കും. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് വരാം. ആദ്യം ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $500 ഉയർന്നു. ഗോൾഡ് $2325 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 86. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഓസ്ട്രേലിയ പോസിറ്റീവാണ്, ചൈന ഫ്ലാറ്റാണ്, കൊറിയ ജപ്പാൻ മാർക്കറ്റുകൾ പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ജർമ്മൻ മാർക്കറ്റ് ഇന്നലെ ഗ്രീനിൽ അടച്ചപ്പോൾ ഫ്രാൻസും യു കെയും റെഡിൽ അടച്ചു. ഏറ്റവും താഴെ US മാർക്കറ്റിലെ ഡോയും നാസ്ഡാക്കും ഗ്രീനിൽ അടച്ചു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ നേട്ടം കൈവരിച്ചു. ഏറ്റവും താഴെ കാണാം റിലയൻസും GDRൽ നേട്ടം കൈവരിച്ചു. ഡോക്ടർ റെഡ്ഡിയും 4% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ FNO ബാൻ, IPO അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറയുന്ന Bismate.comൻ്റെ ട്രേഡിംഗ് ഡിവിഷനിലുണ്ട്. അപ്പോൾ ട്രേഡ് ബഡിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോകാം, അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാം. രണ്ടും ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പാണ്. മാർക്കറ്റ് സമയത്ത് പരമാവധി ന്യൂസുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മളൊരു കോൾ ഔട്ടൊന്നും കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല. നമ്മുടെ ന്യൂസിലായാലും നമ്മളൊരു പ്രത്യേക സ്റ്റോക്കുകൾ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇതായിരിക്കുമെന്നുള്ള യാതൊരു ഇൻഡിക്കേഷൻ കൊടുക്കാനായിട്ടുള്ളൊരു ഉദ്ദേശം നമ്മളുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഇല്ല. അതായത് നമ്മളുടെ വ്യൂ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ലെവലുകൾ, ഇന്ന് വാങ്ങേണ്ട സ്റ്റോക്കുകൾ, ഇന്ന് വിൽക്കേണ്ട സ്റ്റോക്കുകൾ, അതെല്ലാം തന്നെ ചെയ്യുന്ന മറ്റുള്ള ആളുകളുണ്ടാവാം. അവരെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഇതാണ്. മാർക്കറ്റിലുള്ള വാർത്തകൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചാനലിൻ്റെ ധർമ്മം. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ധർമ്മം ഇത് തന്നെയാണ്. ന്യൂസുകൾ പരമാവധി എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.